കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകളെ നമ്മുടെ ജനതകൾ മാത്രമല്ല ഇന്ത്യയിലെ ധാരാളം പേരും ഒരേപോലെ ശ്ലാഘിക്കുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭരണം വളരെ മേന്മയുള്ളതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഇന്ന് ഒരു വാർത്ത വന്നത് ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റോ മറ്റോ അയൽവക്കത്തെ വീട് കുത്തി തുറന്ന് മോഷണത്തിന് ശ്രമിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത ഞാൻ വായിക്കാനിടയായി. അപ്പോൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് നന്മയുണ്ടാകണമെന്നില്ല, മറിച്ച് സതീഷിനെ പോലെ തൻ്റേതായ ആദർശങ്ങളും ദൈവവിശ്വാസവും ഒരേപോലെ ഉണ്ടായാൽ തീർച്ചയായും ജനതകൾ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ തികഞ്ഞ ഈശ്വരവിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളിലും സംസാരിക്കുന്നത് കേൾക്കാനിടയായത് അദ്ദേഹം വിശുദ്ധ ബൈബിളിലെ ഒരധ്യായമെങ്കിലും വായിക്കാതെ പുറത്തേക്കിറങ്ങാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് വളരെ പിൻബലം നൽകുന്നു, ശക്തി നൽകുന്നു. നന്മ ചെയ്യാൻ, തിന്മ ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ കാണാനിടയായത്, ഇനി കുട്ടികൾ ആരും പുറത്തേക്ക് പോകേണ്ടതില്ല പഠിക്കാൻ, മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞ് നാട്ടിൽ പഠിച്ചാൽ മതി എന്ന്. വിദേശത്തു നിന്നും കുട്ടികൾ ഇങ്ങോട്ട് വരാൻ ഇടയാകും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എത്രയോ വലിയ നല്ലൊരാദർശം, നല്ലൊരാശയം. നമ്മുടെ നാട് എത്രമാത്രം പുരോഗതിയിലേക്ക് എത്തും എന്ന് ഞാൻ സ്വപ്നം കാണുകയാണ്. വിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങൾ അഥവാ സദൃശവാക്യങ്ങളിൽ ഒരു വചനമുണ്ട്. സുഭാഷിതങ്ങൾ 29-ാം അധ്യായം 2-ാം തിരുവചനം. നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു, ദുഷ്ടർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു എന്ന്. ഇത് തന്നെയാണ് സതീഷിനിലുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവവിശ്വാസമില്ലാത്ത, ദൈവത്തെ അംഗീകരിക്കാത്ത ഒരുത്തനെ പോലും നമ്മുടെ ഭരണാധികാരിയായി നാം തിരഞ്ഞെടുക്കരുത്. കാരണം അവരുടെ ചിന്താഗതിയിൽ അവർ തന്നെയാണ് ഏറ്റവും വലിയ ദൈവം, അല്ലെങ്കിൽ അവർക്ക് എല്ലാറ്റിനുമുള്ള കഴിവുണ്ട്, അവരാണ് എല്ലാത്തിൻ്റെയും അധിപർ എന്നുള്ള ഒരു ചിന്താഗതിയുള്ളവരാണ് ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശയത്തിൽ നിൽക്കുന്നവരെ ആരെയും നാം നമ്മുടെ ഭരണാധികാരികളായോ ജനപ്രതിനിധികളായോ തിരഞ്ഞെടുത്തുകൂടാ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. യഥാർത്ഥ ദൈവവിശ്വാസിക്ക് നന്മ ചെയ്യണം, ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഉറച്ച ബോധ്യമുണ്ടാകും. അതുതന്നെയാണ് അവരെ ദൈവവിശ്വാസികളാക്കി തീർക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയായി നമുക്ക് ലഭിച്ചിട്ടുള്ള ശ്രീ വി.ഡി. സതീശൻ അവർകളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. പക്ഷേ അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ച് ഇതേ ചിന്താഗതിയിൽ തന്നെ മുന്നോട്ട് പോയി നാടിന് നന്മയുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.